അവളില്ലേ അവിടെ? ശ്യാമ ഇവിടെ ഇല്ല. എന്റെ മോൾ അവിടെ വന്നിട്ട് ശ്യാമ എന്താ ചെയ്തേ? ചൂടുവെള്ളം കൊടുത്ത് അവളുടെ നാവ് പൊള്ളിച്ചു അല്ലേ? അവൾ ആ വീരകഥകളൊക്കെ അമ്മയോട് പറഞ്ഞു കാണും. അവളിനി ആർക്കും വേണ്ടി പാടില്ലെന്ന് പറഞ്ഞതല്ലേ. വീണ്ടും പിന്നാലെ നടന്ന് അവൾ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ, ഞാനും മോളും നിങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടായോ? പണ്ട് ഞങ്ങളെ കണ്ടാലേ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് എന്റെ കാശ അവിടെ പലരുടെയും ജീവൻ നിലനിർത്തിയേ. അന്ന് മാഡം ചെയ്ത സഹായം ഞങ്ങൾ മറന്നിട്ടില്ല. അതിന് എന്റെ മോൾ ഒരുപാട് ഉപകാരം തിരിച്ചും ചെയ്തിട്ടില്ലേ? അതുപോലെ അപ്പോ ഇനി ഞങ്ങൾക്ക് ശ്യാമ ഒരു ഉപകാരവും ചെയ്യില്ല, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒടുവിൽ അവൾ എന്ത് തീരുമാനോ പറഞ്ഞേ? അതാദ്യം പറ. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ ഇനി പാടുന്നത് അവൾക്ക് വേണ്ടി മാത്രം. ഇനി പാട്ടിന്റെ പേരും പറഞ്ഞ് എന്റെ മോളെ ശല്യം ചെയ്യരുത്. അപ്പൊ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല? ഇല്ല, ഇനി ആ തീരുമാനത്തിൽ മാറ്റമില്ല. ദുഃഖിക്കേണ്ടി വരും. ഇനി ഇതിന്റെ പേരില് എന്ത് ദുഃഖം വന്നാലും ഞങ്ങൾ സഹിച്ചോളാം. ചിലപ്പം നിങ്ങളുടെ കുടുംബത്തിനത് സഹിക്കാൻ പറ്റില്ല. ഗുണ്ടകളുമായിട്ട് വന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ നോക്കിയവരല്ലേ നിങ്ങള്? അതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അത് വെറും സാമ്പിൾ മാത്രം. ഇനി വരാൻ പോകുന്നത് അതുക്കും മേലെയാ. ഞാനിപ്പോ വിളിച്ചതേ നിങ്ങളുടെ ആരുടെയും കാലു പിടിക്കാനല്ല, ഒരു മുന്നറിയിപ്പ് തരാനാ. അപ്പൊ മുന്നേ കരുതിയിരിക്കാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോവും. ശ്യാമ എന്റെ മോളുടെ നാവ് പൊള്ളിച്ചു. ആ വേദനയും അപമാനവും ഒന്നും ഞങ്ങൾ മറക്കില്ല. ഒരു പാട്ടുകാരിയുടെ നാവ് പൊള്ളിയാ, നാവിന് എന്തെങ്കിലും സംഭവിച്ചാ അത് പ്രശ്നമല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവള് പിന്നെ പാടില്ല. അതോടെ ആ ഗായികയുടെ ഭാവി തകർന്നു. അത്ര തന്നെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മോള് വരുമ്പോ അമ്മ ശരിക്കും സംസാരിക്കേ. നേരത്തെ പറഞ്ഞ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാ എന്നെ ഒന്ന് വിളിച്ചു പറയാൻ മോളോട് പറയും. മനഃപൂർവ്വം അങ്ങനെ ഒരു കടുങ്കൈ ആരോടും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇനിയും എന്റെ മോൾക്ക് വേണ്ടി പാടില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ തീരുമാനം അത് ഞാനങ്ങ് നടത്തും. ഓർത്തോ? കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ.